വല്ലാത്ത പട്ടിണിയായിരുന്നു, വല്ലാത്ത പട്ടിണിയായിരുന്നു. കഴിക്കാൻ ഭക്ഷണമില്ലാതെ ഇലകൾ പറിച്ചിട്ട് നബിതങ്ങളും അവിടുത്തെ ഭാര്യയും അവിടുത്തെ മക്കളും കഴിക്കുകയാ. പരസ്പരം ആർക്കുമൊന്നും പറയാ കഴിയുന്നില്ല. പെങ്ങളെ പഠിക്കണം, പെങ്ങളെ അല്ലാഹു ചെയ്തു തരുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് മറന്നു പോകരുത്. അതാ പടച്ചവനെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ വല്ലാത്ത സമ്പന്നയായിരുന്നു, വലിയ കോടീശ്വരിയായിരുന്നു, വലിയ കുടുംബത്തിൽ ജനിച്ചവളാണ് ഖദീജ. ആ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ കഴിക്കാൻ ഭക്ഷണമില്ലാതെ ഇല പറിച്ചു കഴിക്കുമ്പോ, വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഇല പറിച്ചു കഴിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഖദീജ നീ നിന്റെ വീട്ടിലേക്ക് പോ ഖദീജ. വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകള് ഉമ്മയുടെ മടിത്തട്ടിൽ കിടക്കുകയാണ്. ഖദീജ ബീവിയുടെ മടിത്തട്ടിൽ കിടക്കുമ്പോ ഖദീജ ബീവി വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഇല പറിച്ചു കഴിക്കുകയാ. ആ രംഗം കണ്ടപ്പോ നബിതങ്ങളുടെ കണ്ണ് നിറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഖദീജ നീ പട്ടിണി കിടന്ന് നിനക്ക് ശീലമില്ലല്ലോ, പട്ടിണി എന്താണെന്ന് നിനക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഖദീജ നീ നിന്റെ വീട്ടിലേക്ക് പോ ഖദീജ. പട്ടിണി കിടക്കുന്ന ഭാര്യയോട് നബിതങ്ങൾ പറയുകയാ, എന്നെ വിട്ടിട്ട് നീ നിന്റെ വീട്ടിൽ പോക്, നീ ഇങ്ങനെ പട്ടിണി കിടക്കല്ലേ, നിനക്കിത് ശീലമില്ല ഖദീജ, ഇങ്ങനെ കിടന്ന് നിനക്ക് പരിചയമില്ല ഖദീജ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയോട് നബിതങ്ങൾ പറഞ്ഞു, എന്നെ വിട്ടിട്ട് നീ നിന്റെ വീട്ടിൽ പോ, നിന്റെ കുടുംബക്കാരെടുക്കൽ പോ. ആ സമയത്ത് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? യാ റസൂലല്ലാഹ്, മരിച്ചാലും ഞാൻ പോകില്ല നബിയേ, ഇവിടെ കിടന്ന് മരിച്ചാലും ഞാൻ പോകില്ല നബിയേ, എനിക്ക് അങ്ങയുടെ കൂടെയാണ് കഴിയേണ്ടത്. ഇത് ഫാത്തിമ എന്ന് പറയുന്ന മകളെ കേട്ടു പഠിക്കുകയാ. ഉമ്മ പറയുകയാണ്, ജീവിക്കുകയാണെങ്കിൽ ഒരുമിച്ച്, മരിക്കുകയാണെങ്കിലും ഒരുമിച്ച്. ഇത് സിനിമ ഏതെങ്കിലും ഒരു സിനിമയുടെ ഡയലോഗല്ല. അല്ലാഹുവേ, 1400 കൊല്ലം മുമ്പ് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ ശൈബ് അബീ താലിബിന്റെ മലഞ്ചെരുവിൽ വെച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞ വാക്കാ, ജീവിക്കാനാണെങ്കിലും ഒരുമിച്ച്, മരിക്കാനാണെങ്കിലും ഒരുമിച്ച്. പടച്ചവനെ, വല്ലാത്ത പട്ടിണിയായിരുന്നു, വല്ലാത്ത പട്ടിണിയായിരുന്നു. അതുമാത്രമല്ല, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 40 വയസ്സ് വരെ അല്ലമീനായിരുന്നു, സത്യസന്ധനായിരുന്നു, എല്ലാവരും ആദരിച്ച ആളാ, ബഹുമാനിച്ച ആളാ. പക്ഷേ നബിതങ്ങൾ പ്രബോധനവുമായിട്ട് കടന്നു ചെന്നപ്പോ സുബ്ഹാനല്ലാഹ്, എല്ലാവരും നബിതങ്ങളെ കൈവിടുകയാണ്, എല്ലാവരും നബിതങ്ങളെ കൈവിടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മക്കളായ ഉമ്മു കുൽസു റളിയല്ലാഹു തആല അൻഹാ, റുഖിയ ബീബി റളിയല്ലാഹു തആല അൻഹാ, ഇവരുടെ ഭർത്താക്കന്മാര് ബന്ധമൊഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാ. ഫാത്തിമ ബീവി ചെറുപ്പത്തിൽ കാണുന്ന രംഗം എന്തെന്നറിയോ? താത്താമാര് രണ്ടുപേരും ജ്യേഷ്ഠത്തിമാര് തന്റെ ഇത്താമാര് ഭർത്താക്കന്മാര് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. എന്തിന്? നബിതങ്ങൾ പ്രബോധനവുമായിട്ട് ഇറങ്ങിയപ്പോ പടച്ചവനെ, താത്താമാര് രണ്ടുപേരും വീടിനകത്തിരുന്ന് സങ്കടപ്പെടുന്നത് കണ്ടുകൊണ്ടാണ് ഫാത്തിമ ബീവി വളരുന്നത്. വല്ലാത്ത പീഡനമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോയി. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വീട്ടിൽ ഇങ്ങനെ ജീവിക്കുമ്പോ ഫാത്തിമ ആയിഷ ഖദീജ ബീവിക്ക് 65 വയസ്സായി. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 65 വയസ്സായി. പടച്ചവനെ, അവിടുന്ന് രോഗം പിടിപെടുകയാണ്. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ പട്ടിണി കിടന്ന് പടച്ചവനെ വല്ലാതെ ശാരീരിക
ശാരീരികമായി തളർന്നു പോവുകയാണ്. അങ്ങനെ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് മരണത്തിന് വേണ്ടി തയ്യാറാവുകയാ. പെങ്ങളെ, ഇന്നത്തെ ഭാര്യമാര് പഠിക്കേണ്ട ചരിത്രമാ. വീടിനകത്ത് കടന്നു ഭാര്യയും ഭർത്താവും പരസ്പരം തമ്മിലടിക്കുന്ന പെണ്ണുങ്ങൾക്ക് പഠിക്കാനുള്ള ചരിത്രമാണ്. നിങ്ങൾ ഖദീജ ബീബിയുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. ഖദീജ ബീബിയുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. ഉമ്മ എങ്ങനെയായിരിക്കണമെന്ന് കണ്ടുപഠിക്കേണ്ടതാ ഖദീജ ബീബിയുടെ ചരിത്രമാണ്. പടച്ചവനെ, ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ 65 വയസ്സ് പൂർത്തിയാകുമ്പോ അവിടുന്ന് കുളിച്ചൊരുങ്ങുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ദാ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഖദീജ എന്ന 65 വയസ്സുള്ള ഉമ്മയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ മുമ്പിൽ കുളിച്ചൊരുങ്ങിയിട്ട് ചിരിക്കുന്ന മുഖത്തോടെ നിൽക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് കടന്നു വരുമ്പോ നബി തങ്ങളെ സ്വീകരിക്കാൻ അങ്ങനാടോ സ്വാലിഹത്തായ സ്നേഹമുള്ള ഭാര്യമാരെങ്ങനെയാണ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ഭർത്താവിനെ സ്വീകരിക്കാൻ സ്നേഹമുള്ള ഭാര്യമാര് വീടിന്റെ കവാടത്തിൽ കാത്തു നിൽക്കുകയാ. പടച്ചവനെ, ഇന്നത്തെ തലമുറയ്ക്കതറിയില്ല. അല്ലാഹുവേ, അല്ലാഹുവിന്റെ പ്രവാചകൻ ദാ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ സലാം പറഞ്ഞുകൊണ്ട് ഖദീജ ബീബി അവിടുന്ന് സ്വീകരിക്കുകയാണ്. നബി തങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണം എടുത്തു കൊടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകന് ഭക്ഷണം കഴിച്ചു. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാനൊന്ന് മടിയിൽ കിടക്കട്ടെ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോ നബി തങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്കൊന്ന് വാരി തരുവോ നബിയേ, എനിക്കൊന്ന് ഭക്ഷണം വാരി തരുമോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഭക്ഷണം വാരി കൊടുക്കുകയാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീബിക്ക് നബി തങ്ങൾ അവിടുന്ന് ഭക്ഷണം വാരി കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കുടുംബ ജീവിതം ഇതാണെന്ന് പഠിക്ക്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഭക്ഷണം വാരി കൊടുത്തു. ഖദീജ ബീബി കഴിച്ചു. അതാ ഭക്ഷണം കഴിഞ്ഞപ്പോ ഖദീജ ബീബി ചോദിക്കുന്നു, ഞാൻ അങ്ങയുടെ മടിയിലൊന്ന് കിടക്കട്ടെ? അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് അനുവാദം കൊടുത്തു. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളുടെ മടിത്തട്ടിൽ കിടക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് കണ്ണെടുക്കുന്നില്ല. മടിയിൽ കിടന്ന് നബി തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ഖദീജ ബീബി കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഖദീജ, എന്തേ എന്നെ ഇങ്ങനെ നോക്കുന്നത്? നീ വല്ലാതെ നോക്കുന്നല്ലോ. യാ റസൂലല്ലാഹ്, എന്തൊരു സൗന്ദര്യമാ നബിയേ, എന്തൊരു ഗ്ലാമറാ നബിയേ. ആരാണ് ചോദിക്കുന്നതും അറിയുവോ? ഉമ്മമാരെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മടിയിൽ തലവെച്ച് കിടന്നിട്ട് ഭർത്താവിനോട് ചോദിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് വല്ലാത്ത സൗന്ദര്യമാണ്, എന്തൊരു ഗ്ലാമറാണെന്ന് ചോദിച്ചിട്ടുണ്ടോ? 65 വയസ്സുള്ള ഉമ്മയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് ഒരു പാതിരാത്രി മടിത്തട്ടിൽ കിടന്നിട്ട് ചോദിക്കുകയാ, എന്തൊരു ഗ്ലാമറാ നബിയേ. റസൂലുള്ളാഹി പറഞ്ഞു, ഖദീജ, 25 കൊല്ലം കൊണ്ട് കാണുന്നതല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, മുത്തി നബിയേ,
എന്റെ പൊന്നാര മകളായ ഫാത്തിമയെ പൊന്നുപോലെ നോക്കണം നബിയേ, എന്റെ ഫാത്തിമായ പൊന്നുപോലെ നോക്കണം നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീവിക്ക് ചെറിയ പ്രായമാണ്, ഒരു ഉമ്മയുടെ ആവശ്യമുള്ള സമയമാണ്, ഒരു പെൺകുട്ടിയുടെ കൂടെ ഉമ്മയുണ്ടാകേണ്ട പ്രായമാണ് ഫാത്തിമ ബീവിക്ക്. ഏകദേശം 15 വയസ്സോ 16 വയസ്സോ പ്രായമുള്ള സമയമാ. അപ്പോഴാണ് ഖദീജ ബീബി റളിയല്ലാഹു തആല ഫാത്തിമ എന്ന പൊന്നാര മകളെ കെട്ടിപ്പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ മകളെ വേദനിപ്പിക്കരുത്, എന്റെ മകളെ ഒരിക്കലും തല്ലരുത്, എന്റെ പൊന്നുമോളെ പൊന്നുപോലെ നോക്കണേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചിട്ട് ഫാത്തിമാനെ ഏൽപ്പിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് പോകാൻ സമയമായി നബിയേ, എനിക്ക് പോകാൻ സമയമായി നബിയേ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ പ്രവാചകനോട് യാത്ര പറയുകയാ, നബിതങ്ങളോട് യാത്ര പറയുകയാണ്. നബിതങ്ങൾ ചോദിക്കുന്നു, ഖദീജ, നീ എന്നെ വിട്ടിട്ട് പോകുകയാണോ ഖദീജ? ഫാത്തിമ കാണുകയാണ്. എന്റെ പെൺമമാരോട് പറയുന്നത്, ആ ഫാത്തിമ എന്ന് പറയുന്ന ചെറിയ മകളെ കാണുന്ന രംഗമെന്തെന്നറിയുവോ? ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു രംഗമാണ്. വാപ്പയുടെ മടിത്തട്ടിൽ കിടന്നിട്ട് ഉമ്മ പറയുകയാ, ഞാൻ പോകുകയാ, എന്റെ മരണമെടുത്തു നബിയേ, 25 കൊല്ലമായി ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കുകയാണ്, 25 കൊല്ലമായി ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കുകയാണ്. പടച്ചവനെ, എന്റെ നാവിൽ നിന്ന് മനസ്സിന് വേദന ഉണ്ടാക്കുന്ന എന്തെങ്കിലും വീണു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ യാ റസൂലല്ലാഹ്. ഉമ്മ വാപ്പയോട് പറയുകയാ, 25 കൊല്ലമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെയാണ് ജീവിക്കുന്നത്, എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ പൊരുത്തം തരണേ എന്ന് നബിതങ്ങളോട് പൊരുത്തം ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് വാപൊത്തി പിടിക്കുകയാ. ആയിഷ ബീവിയുടെ ഖദീജ ബീവിയുടെ വാപൊത്തി പിടിച്ചിട്ട് നബിതങ്ങൾ പറഞ്ഞു, ഖദീജ, നീ എന്നോട് പൊരുത്തം ചോദിക്കരുത്, നീ എന്നോട് പൊരുത്തം ചോദിക്കുന്നോ ഖദീജ, നീ എന്നോട് പൊരുത്തം ചോദിക്കുന്നോ ഖദീജ? എനിക്ക് പരാതിയില്ല, എനിക്ക് പരാതിയില്ല. പെങ്ങളെ, ആരാ പൊരുത്തം ചോദിച്ചതെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകനേക്കാൾ 15 വയസ്സ് കൂടുതലാണ് ഖദീജ ബീവിക്ക്, 15 വയസ്സ് കൂടുതലാണ് ഖദീജ ബീവിക്ക്. ആ ഖദീജ ബീവിയാണ് നബിതങ്ങളോട് പൊരുത്തം ചോദിക്കുന്നത്. ആ ഖദീജ ബീവിയുടെ മഹത്വം അറിയാൻ ഒരു സംഭവം ഞാൻ പറഞ്ഞു തരാം. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് അല്ലാഹു സ്വർഗ്ഗത്തിൽ കൊടുക്കുന്ന പ്രതിഫലം ഖിയാമത്ത് നാൾ വരെയുള്ള ഒരു പെണ്ണിനും കിട്ടൂല, ലോകത്തുള്ള ഒരു പെണ്ണിനും കിട്ടൂല. ഖദീജ ബീവിക്ക് മാത്രം കിട്ടുന്ന ഒരു പ്രതിഫലമുണ്ട്. എന്താണ് പ്രതിഫലമെന്നറിയുമോ? മുത്തുകൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ടാരം, ഒറ്റ മുത്തുകൊണ്ടുണ്ടാക്കിയ കൊട്ടാരം, ഒരാളും ശല്യം ചെയ്യാത്ത ഭാഗത്ത് അല്ലാഹു സ്വർഗ്ഗത്തിൽ ഖദീജ ബീവിക്ക് ഒരു കൊട്ടാരം ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയുവോ? നിസ്കരിച്ചതിനല്ല, നോമ്പ് പിടിച്ചതിനല്ല, സദഖ കൊടുത്തതിനല്ല, ഹജ്ജ് ചെയ്തതിനല്ല, ഖുർആൻ ഓതിയതിനല്ല, വഅദ് കേട്ടതിനല്ല. എന്തിനാണ് അല്ലാഹു ഖദീജ ബീവിക്ക് സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം ഒരുക്കി വെച്ചിരിക്കുന്നതെന്നറിയുമോ? വഅദ് കേൾക്കാമെന്ന കല്യാണം കഴിച്ച പെങ്ങന്മാരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ ഖദീജ ബീവിക്ക് അല്ലാഹു സ്വർഗ്ഗത്തിൽ കൊട്ടാരം കൊടുക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? 25 കൊല്ലം നബിതങ്ങളുടെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും നബിതങ്ങളുടെ മുമ്പിൽ ശബ്ദമുയർത്തിയിട്ടില്ല. 25 കൊല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ചു. പ്രവാചകനെക്കാളും 15 വയസ്സ് കൂടുതലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ 15 വയസ്സ് ഖദീജ ബീവിക്ക് കൂടുതലാ.
25 കൊല്ലം നബിതങ്ങളുടെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ശബ്ദമുയർത്തിയിട്ട് ഖദീജ ബീവി സംസാരിച്ചിട്ടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞ ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ ഭാര്യമാർക്ക് കിട്ടുമോ? നമ്മുടെ ഭാര്യമാർക്ക് കിട്ടുമോ പെങ്ങളെ? ഭർത്താവിന്റെ മുമ്പിൽ 25 കൊല്ലം ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ശബ്ദമുയർത്തിയിട്ട് ഖദീജ ബീവി സംസാരിച്ചിട്ടില്ല. നിന്റെ ഭർത്താവിന്റെ ഏറ്റവും വലിയ പരാതി എന്താ? ഉസ്താദെ, അവളുടെ നാവിന് ഇത്തിരി നീളം കൂടുതലാ. എന്റെ പ്രിയപ്പെട്ടവരെ, അടിയും പിടിയില്ല. ഭർത്താവ് ഭാര്യയെ തല്ലും, പക്ഷെ ഭാര്യ ഭർത്താവിനെ തല്ലാറില്ല. നാക്കുകൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം പറയാനുള്ളത് പറയും. അത് തല്ലിനെക്കാളും അപ്പുറമാണ്. എന്താ പറയുന്നത് എന്നുള്ള ചിന്ത ഇന്നത്തെ പെണ്ണുങ്ങൾക്കില്ലാതെ പോയി. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ആ ഫാത്തിമ ബീവി നോക്കുമ്പോ ഉപ്പാടെ മടിയിൽ കിടന്നിട്ട് ഉമ്മ പറയുക, എനിക്ക് പൊരുത്തം തരണം. യാത്ര പറഞ്ഞു. തൻ്റെ പൊന്നാര മകളെ കയ്യിൽ പിടിച്ചേൽപ്പിച്ചു. അടിക്കരുത്, എൻ്റെ പൊന്നുമോളെ പൊന്നുപോലെ നോക്കണം, ഒരിക്കലും കരയിപ്പിക്കരുത്, എൻ്റെ പൊന്നാര മകളെ വേദനിപ്പിക്കരുത്. ഒരു ഉമ്മയുടെ ആവശ്യമുള്ള സമയമാ, അതുകൊണ്ട് എൻ്റെ മോളെ പൊന്നുപോലെ നോക്കണമെന്ന് പറഞ്ഞ് നബിതങ്ങളുടെ കയ്യിൽ പിടിച്ചു കൊടുത്തിട്ടാണ് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ലോകത്തോട് വിട പറഞ്ഞത്. അള്ളാഹുവെ, പടച്ചവനെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ മഹദിയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അങ്ങനെ ഫാത്തിമ ബീവിയുടെ ഉമ്മ മരണപ്പെട്ടു. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് അറിയാം വാപ്പായ്ക്ക് ഉമ്മാനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു എന്ന്. ഫാത്തിമ ബീവിക്ക് നല്ലതുപോലെ അറിയാം ഉപ്പായ്ക്ക് ജീവനാ ഉമ്മാനെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തളർന്നിരിക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബിതങ്ങളുടെ ചാരത്ത് ചെന്നിട്ട് മകള് ഉപ്പാനെ സമാധാനിപ്പിക്കും. നബിതങ്ങൾ പറയുന്നു, ഉമ്മു അബീഹ. ഫാത്തിമ ബീവിയെ നബിതങ്ങൾ ഒരിക്കൽ വിളിച്ചു ഉമ്മു അബീഹ. ഉമ്മു അബീഹ എന്ന് പറഞ്ഞ വാപ്പാടെ ഉമ്മ. വാപ്പാടെ ഉമ്മ. ഒരു ഉമ്മ തന്റെ മകനെ സമാധാനിപ്പിക്കുന്നത് പോലെ ഭാര്യ മരണപ്പെട്ടു പോയ നബിതങ്ങളുടെ ചാരത്ത് ചെന്നിരുന്നിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളെ സമാധാനിപ്പിക്കുമായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെയാണ് ഫാത്തിമ ബീവി വളരുന്നത്. വാപ്പയുടെ ഉമ്മയെന്ന് നബിതങ്ങൾ തന്നെ വിളിക്കണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ എങ്ങനെയാണ് വളർന്നതെന്ന് ചിന്തിക്ക്. പടച്ചവനെ, നബിതങ്ങൾക്ക് ഖദീജ എന്ന് പറഞ്ഞ ജീവനാണ് ഫാത്തിമയ്ക്കറിയാം. കാരണം ഒരിക്കൽ പടച്ചവനെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ കണ്ണ് നിറയുമായിരുന്നു ഫാദാ ഖദീജ എന്ന് പറഞ്ഞാൽ. ഖദീജയെ കുറിച്ച് പറഞ്ഞ നബിതങ്ങളുടെ കണ്ണ് നിറയുമായിരുന്നു. അത്രയ്ക്കും സ്നേഹമായിരുന്നു നബിതങ്ങൾക്ക്. ജീവനായിരുന്നു ഖദീജയെ, വല്ലാത്ത സ്നേഹമായിരുന്നു. അത് മനസ്സിലാക്കണമെങ്കിലും മരിക്കുന്ന കാലം വരെ നബിതങ്ങൾക്ക് ഖദീജ ഖദീജ ഖദീജ. ആരെങ്കിലും ഒരു നല്ലയിരുന്നു. അപ്പോഴാണ് ആരോ പറഞ്ഞു, അലിയേ, ഫാത്തിമയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ നബിതങ്ങൾ തീരുമാനിച്ചിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് ഫാത്തിമയുടെ വിവാഹം നടത്താൻ തീരുമാനിച്ചു. നീ ഇങ്ങനെ നടന്നോ അലിയേ? ഏതോ ഒരു സ്വഹാബി പറഞ്ഞു. അലിയാർ തങ്ങൾ വിചാരിച്ചു, പടച്ചവനെ, എന്തായാലും നബി തങ്ങളോട് പോയി ചോദിക്കണം, ഫാത്തിമ എനിക്ക് വിവാഹം കഴിച്ചു തരുമോ എന്ന് നബി തങ്ങളോട് ചോദിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അലിയാരിതൻ തുച്ഛമായ പൈസ കൊണ്ട് ജീവിക്കുന്ന പാവപ്പെട്ടവനായ അലിയാരിതങ്ങളോട് അള്ളാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, അലിയേ, എന്റെ മകളെ നീ വിവാഹം കഴിക്കുമോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കോമഡി പറയാറില്ല, തമാശ പറയാറില്ല, നബി തങ്ങൾ കളിയാക്കാറില്ല. അള്ളാന്റെ റസൂൽ ചോദിച്ചപ്പോൾ അലിയാർ തങ്ങൾ സമ്മതിച്ചു. രണ്ടാമത്തെ ചോദ്യം, അലിയേ, മഹർ കൊടുക്കാൻ എന്തെങ്കിലുമുണ്ടോ? മഹർ കൊടുക്കാൻ എന്തെങ്കിലുമുണ്ടോ? യാ റസൂലല്ലാഹ്. കള്ളം പറഞ്ഞില്ല അലിയാരിതങ്ങള്. അലിയാരിതങ്ങള് കള്ളം പറഞ്ഞില്ല. നബിയേ, എന്റെ കയ്യിലൊന്നുമില്ല നബിയേ.
എന്റെ പ്രിയപ്പെട്ടവരെ, വിവാഹാലോചനകൾ നടത്തുമ്പോ കള്ളം പറയുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ഉസ്താദേ, കപ്പലുണ്ട്, ഫ്ലാറ്റുണ്ട്, ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്, കള്ളത്തരം പറഞ്ഞിട്ട് പെണ്ണുങ്ങളെ വഞ്ചിക്കാറില്ല. അങ്ങനെ വഞ്ചിക്കുന്നവരുണ്ടോ? പണം കണ്ടിട്ട് പെണ്ണ് കെട്ടുന്ന സമുദായമേ, പണം നോക്കിയിട്ട് പെണ്ണ് കെട്ടുന്ന സമുദായമേ, കള്ളത്തരം പറഞ്ഞു പാവപ്പെട്ട പെൺകുട്ടികളുടെ ജീവിതം തുലയ്ക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ഓടി നടന്ന് പെണ്ണ് കെട്ടുന്നവന്മാരുണ്ട്. ഒന്നല്ല രണ്ടല്ല, ഓടി നടന്ന് പെണ്ണുങ്ങളെ കെട്ടിയിട്ട് ആ പാവങ്ങളുടെ സ്വത്തും കൊണ്ട് ഒളിച്ചോടുന്ന ഒരുപാട് യുവാക്കളുടെ കാലമാ. അലിയാര് തങ്ങൾ കള്ളം പറഞ്ഞില്ല. യാ റസൂലല്ലാഹ്, എന്റെ കയ്യിൽ ഒന്നുമില്ല നബിയേ, ആകെയുള്ളത് ഒരു വാളാണ്. അലിയാര് തങ്ങൾ പറയുകയാണ്, ആകെയുള്ളത് ഒരു വാളും ഒരു പടയങ്കിയുമാണ്. എന്റെ സമ്പാദ്യമെന്ന് പറയാറ് ദുൽഫുഖാർ എന്ന് പറയുന്ന വാളുണ്ട്, അതാ ഒരു പടയങ്കിയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പടയങ്കി എടുത്തുകൊണ്ട് വരാറ്. അതാ അലിയാര് തങ്ങൾ പടയങ്കിയുമായി നബി തങ്ങളുടെ മുമ്പിൽ വന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വാള് നീ യോദ്ധാവാണ്, നിന്റെ കയ്യിൽ വാളിരിക്കട്ടെ, ഈ പടയങ്കി കൊണ്ടുപോയി വിറ്റിട്ടുവാ, ഈ പടയങ്കി കൊണ്ടുപോയി വിറ്റിട്ടുവാ. അലിയാര് തങ്ങൾ ഓടുകയാണ്. എന്തിനാ? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് മഹ്ർ കൊടുക്കാൻ ആ പടയങ്കിയുമായി പടച്ചവനെ ചന്തയിലേക്ക് പോയി. അലിയാര് തങ്ങൾ പടയങ്കിയും പിടിച്ച് നിൽക്കുമ്പോ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, എന്തേ അലിയേ, ഈ പടയങ്കി വെക്കാമെന്നതാണ്. അതാ എന്റെയും ഫാത്തിമയുടെയും വിവാഹം തീരുമാനിച്ചിരിക്കുകയാണ്, മഹർ കൊടുക്കണമല്ലോ. അലിയാര് തങ്ങളോട് ചോദിച്ചു, എനിക്ക് തരുമോ പടയങ്കി? അല്ലാഹുവേ, അവിടുന്ന് 400 ദിർഹം കൊടുത്ത പടയങ്കി ഉസ്മാൻ തങ്ങൾ വാങ്ങുകയാ. 400 ദിർഹം വാങ്ങിച്ചിട്ട് ആ പടയങ്കി വാങ്ങിക്കുകയാണ്. എന്നിട്ടതാ 400 ദിർഹവും കൊടുത്ത് പടയങ്കി വിറ്റിട്ട് തിരിച്ചു പോകാൻ തയ്യാറാകുമ്പോ ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, അലിയേ, നീ ഒരു യോദ്ധാവാ, ഈ പടയങ്കി നിനക്ക് തന്നെ ഇരിക്കട്ടെ. അങ്ങനെ പടച്ചവനെ പൈസയും കൊടുത്തു, പടയങ്കിയും കൊടുത്തു. അലിയാര് തങ്ങൾക്ക് വലിയ സന്തോഷമായി. ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, നബി തങ്ങളുടെ ചാരത്തേക്ക് കൊണ്ടുവന്നിട്ട് 400 ദിർഹമും വെച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് പടച്ചവനെ 400 ദിർഹമിൽ നിന്ന് ഒരു 80 ദിർഹം എടുത്തിട്ട് അലിയാര് തങ്ങളുടെ കയ്യിൽ കൊടുത്തു. അല്ലാഹുവേ, അലിയാര് തങ്ങളതാ വിവാഹത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാ. വലീമ കൊടുക്കാനൊന്നുമില്ല, വലീമ കൊടുക്കാൻ പോലും ഒന്നുമില്ലാത്ത പാവപ്പെട്ടവനാട്. അതുകൊണ്ട് വഅദ കേൾക്കാൻ വന്നവര് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമകളുടെ നിക്കാഹ് നടക്കുകയാണ്. പഠിക്കണം പെങ്ങള്. അതാ ഒരു ആയുഷ്കാലം മുഴുവനും സമ്പാദിച്ചത് മുഴുവനും മക്കളുടെ വിവാഹത്തിന് വേണ്ടി തകർത്ത് കളയുന്ന ഉപ്പമാരും ഉമ്മമാരും കേട്ടോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളുടെ വിവാഹം നടക്കുകയാ. ഫാത്തിമ ബീബിയുടെയും അലിയാര് തങ്ങളുടെയും കല്യാണം നടക്കുകയാ. എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇരുന്ന് കരയുകയാ. അബൂബക്കർ തങ്ങൾ ഇരുന്ന് കരയുകയാ. സഹാബത്ത് ചോദിക്കുന്നു, എന്തിനാ തങ്ങളെ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമകളുടെ വിവാഹം നടക്കുമ്പോ എന്തിനാ അബൂബക്കർ തങ്ങളെ കരയുന്നത്? സഹാബാ, അല്ലാഹുവിന്റെ റസൂലിന്റെ മകള് ധരിച്ചിരിക്കുന്ന വസ്ത്രം കണ്ടോ? നബി തങ്ങളുടെ
മകളായ ഫാത്തിമ ധരിച്ചിരിക്കുന്ന വസ്ത്രം കണ്ടോ സഹാബ? പുതുമണവാട്ടിയായി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പുതുമണവാട്ടിയായിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോ അവിടെ നിന്ന് ധരിച്ചിരുന്ന വസ്ത്രം കണ്ടിട്ട് അബൂബക്കർ തങ്ങളിരുന്ന് കരയുകയാ. ആരുടെ നിക്കാഹാണെന്നറിയുമോ പെങ്ങളെ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമയുടെ നിക്കാഹ്. നീ നടത്തുവല്ലോ. താടിയുള്ളവനും തടമ്പുള്ളവനും ഹജ്ജ് ചെയ്തവനും ഉംറ ചെയ്തവനും പള്ളിയിലെ പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ തന്റെ മക്കളുടെ നിക്കാഹ് നടത്തുമല്ലോ. എന്തൊരാർഭാടമാടോ, എന്തൊരനാചാരമാടോ. അതാ ഗാനമേളകൾ നടത്തുന്നവർ ഇന്നത്തെ പുതിയ തലമുറ പഠിക്കേണ്ട ഒരുപാട് പാഠമുണ്ട്. എന്തൊക്കെ പേക്കൂത്തുകളാ കാണിക്കുന്നത്. പടച്ചവനെ വല്ലാത്ത സങ്കടം തോന്നാറുണ്ട്. ഇങ്ങനെയുള്ള വൃത്തികേടുകൾ കാണിക്കുമ്പോ സങ്കടം തോന്നാറുണ്ടോ? എന്താണ് സങ്കടമെന്നറിയുമോ? ഏത് കുടുംബത്തിലും പ്രായമുള്ള ഒരാള് കാണും, ഏത് കുടുംബത്തിലും ഈമാനുള്ള ഒരാള് കാണും. പക്ഷേ ഇങ്ങനെയുള്ള കുടുംബത്തിൽ അങ്ങനെ ഒരെണ്ണമില്ലാതെ പോയല്ലോ. ഇന്നത്തെ വിവാഹമൊക്കെ പഠിക്കേണ്ടതാണ്. എല്ലാവർക്കും ഒരേ കളറ്. എന്നാണാകട്ടെ പെണ്ണാകട്ടെ എല്ലാവർക്കും ഒരേ കളറ്. പെണ്ണെ നീ ധരിക്കുന്ന സാരിയാകട്ടെ ചുരിദാറാകട്ടെ എല്ലാത്തിനും ഒരേ കളറാണ്. ആണുങ്ങളൊക്കെ ഒരേ കളറുള്ള ഷർട്ട്. എന്നിട്ട് പടച്ചവനെ കാണിക്കുന്നത് സഹിക്കാൻ കഴിയില്ല. ഈ ഉമ്മത്തല്ലാതെ വേറെ ഒരു സമുദായവും ഇങ്ങനെ കാണിക്കാറില്ല. പടച്ചവനെ അള്ളാന്റെ റസൂലിന്റെ പൊന്നാര മകളായ ഫാത്തിമ, ആ ഫാത്തിമ കല്യാണത്തിന്റെ അന്ന് ധരിച്ചിരുന്ന വസ്ത്രം കണ്ടപ്പോ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കരയുകയാ. കണ്ട സ്വഹാബത്ത് അവിടുന്ന് കരയുകയാ. നിക്കാഹ് കഴിഞ്ഞിറങ്ങുമ്പോ നബി തങ്ങൾ ചോദിച്ചു, അലിയേ വലീമ കൊടുക്കണമല്ലോ, വലീമ കൊടുക്കണമല്ലോ, നിന്റെ അടുക്കൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നബി തങ്ങൾ ചോദിക്കുമ്പോ അലിയാര് തങ്ങൾ പറഞ്ഞു ഒന്നുമില്ല. അപ്പോഴാണ് റബ്ബേ മുജാഹിദ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ അതാ അവിടെന്ന് പറയുകയാ. ഒരു സ്വഹാബി പറഞ്ഞു ഞാനൊരു ആട് തരാ, ഞാനൊരാടിനെ തരാ. മറ്റൊരു സ്വഹാബി പറഞ്ഞു ഗോതമ്പ് മാവ് ഞാൻ തരാ. എന്തിനാ? ഭക്ഷണം കൊടുക്കാൻ. ഒരു സഹാബി ആട് കൊടുത്തു, മറ്റൊരു സഹാബി ഗോതമ്പ് മാവ് കൊടുത്തു. അങ്ങനെയാണ് അലിയാര് തങ്ങളുടെയും ഫാത്തിമ ബീബിയുടെയും വലീമ നടന്നത്. പടച്ചവനെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് കല്യാണം കഴിഞ്ഞു പോകുമ്പോ അവിടുന്ന് കൊടുത്തത് എന്തെന്നറിയുവോ? പടച്ചവനെ പഠിക്കണം പെങ്ങള്. അള്ളാന്റെ റസൂല് തന്റെ പൊന്നാര മകൾക്ക് കൊടുത്തത് എന്താണെന്ന് ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളറിയണം, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരറിയണം. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാര് തങ്ങള് ഇവര് രണ്ടുപേരും കൂടെ മണിയറക്കകത്തേക്ക് കടന്നു ചെന്നു. അല്ലാഹുവേ തറയിൽ വിരിച്ചിരിക്കുന്ന വിരിപ്പേതെന്നറിയുവോ? അല്ലാഹുവേ ഒരാടിന്റെ തോലുണ്ട്, ഒരാടിന്റെ തോലുണ്ട്. ഈ ആടിന്റെ തോലാണ് തറയിലിടുന്നത്. പടച്ചവനെ പകല് മുഴുവനും ഒട്ടകത്തിന് തീറ്റി കൊടുക്കുന്നത് ഈ തോലിന്റെ അകത്തിട്ടാ. അവരുടെ മണിയറെ കുറിച്ച് പഠിക്ക്, അവരുടെ മണിയറയെ കുറിച്ച് പഠിക്ക്. അലിയാര് തങ്ങള് വിരിച്ചു കിടന്നിരുന്ന ഒരു ആടിന്റെ തോലുണ്ടായിരുന്നു. ആ തോല് രാത്രിയിൽ വിരിച്ചു കിടക്കും. പകല് ജോലി എന്തെന്നറിയുവോ? ഒട്ടകത്തിന് തീറ്റയും വെള്ളവും കൊടുക്കുന്നത് ഈ കാണുന്ന തോലിനകത്ത് വെച്ചാ. അത്രയും പാവപ്പെട്ടവനായിരുന്നു, അത്രയും പാവപ്പെട്ടവനായിരുന്നു. പടച്ച റബ്ബേ അലിയാര് തങ്ങളും ഫാത്തിമ ബീവിയും മണിയറയ്ക്കകത്ത് കയറി. രണ്ടുപേരും അതാ രണ്ടുപേരുടെയും ജീവിതത്തിൽ ആദിരാത്രിയാ. പെങ്ങളെ പഠിക്കണം മോളെ. അലിയാര് തങ്ങളും ഫാത്തിമ ബീവിയും മണിയറയ്ക്കകത്ത് കയറി. സുബ്ഹാനല്ലാഹ്
പതാ അലിയാര് തങ്ങൾ വീടിനകത്ത് വിളക്കണച്ചു വെച്ചു. വീടിനകത്ത് കത്തിച്ച് വെച്ചിരുന്ന വിളക്കണച്ചു. എന്നിട്ടതാ വീടിന്റെ വാതിലടച്ചു. റൂമിനകത്ത് വല്ലാത്ത ഇരുട്ട്, മണിയറയ്ക്കകത്ത് വല്ലാത്ത ഇരുട്ട്. പടച്ചവനെ, അലിയാര് തങ്ങൾ ആദിരാത്രിയാണ്, വലിയ സന്തോഷത്തിലാണ്. അപ്പോഴാ വസമിഅനാ സൗതൻ ഹനീനാ, മണിയറയ്ക്കകത്തൊരു കരച്ചൽ കേൾക്കുകയാ. മണിയറയ്ക്കകത്തൊരു കരച്ചൽ കേൾക്കുകയാ. അലിയാര് തങ്ങൾ ഓടുകയാണ്. ആരാണ് പടച്ചവനെ കരയുന്നത്? മണിയറയ്ക്കകത്തിരുന്ന് കരയുന്നതാരാ? അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ. ആ ഫാത്തിമ ബീബി മണിയറയ്ക്കകത്തിരുന്ന് കരയുകയാണ്. അലിയാര് തങ്ങൾ ചോദിച്ചു, ഫാത്തിമ എന്തിനാ കരയുന്നത്? എന്തിനാ കരയുന്നത്? എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? എന്തിനാണ് കരയുന്നതെന്ന് അലിയാര് തങ്ങൾ ചോദിക്കുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, അലിയേ, നിന്നെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ? നിന്നെ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? പിന്നെ എന്തിനാ നീ കരയുന്നത്? ഞാൻ പാവപ്പെട്ടവനായത് കൊണ്ടാണോ? എനിക്കൊന്നുമില്ലാത്തത് കൊണ്ടാണോ? അല്ല അലിയേ, പിന്നെ എന്തിനാ നീ കരയുന്നത്? ഫാത്തിമ എന്ന് പറയുന്ന പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എടാ ചെറുപ്പക്കാരാ, ഒരാണിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമെന്തെന്നറിയോ? ഒരാണിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമെന്തെന്നറിയുവോ? അത് പണമല്ലടാ, പവറല്ലടാ, കൊട്ടാരമല്ലടാ, അധികാരമല്ലടാ. ഒരാണിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമെന്താ? ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന ഉപ്പമാരോട്, ചെറുപ്പക്കാരോട്, ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമെന്തെന്നറിയുവോ? അത് സ്വാലിഹത്തായ ഒരു ഭാര്യയെ കിട്ടലാ ചെറുപ്പക്കാരാ. അല്ലാഹുവിനെ പേടിയുള്ള ഒരു പെണ്ണിനെ കിട്ടുന്നത് വല്ലാത്ത ഭാഗ്യമാടാ. അതുകൊണ്ടാ ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കാൻ പറഞ്ഞത്. അതിരാത്രി മണിയറയ്ക്കകത്ത് ഫാത്തിമ എന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ മകളിരുന്ന് കരയുകയാ. എന്തിനാ ഫാത്തിമ കരയുന്നത്? അലിയേ, ഈ റൂമിനകത്ത് മണിയറയ്ക്കകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്ക് നിങ്ങൾ പെട്ടെന്നണച്ചപ്പോ, ഈ വീടിനകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്ക് പെട്ടെന്നണച്ചപ്പോ ഈ റൂമിനകത്ത് വല്ലാത്ത ഇരുട്ട് വന്നല്ലോ. വല്ലാത്ത ഇരുട്ട് വന്നല്ലോ. ഈ ഇരുട്ട് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് എന്തെന്നറിയോ? ഈ റൂമിനകത്ത് ഇത്രയും ഇരുട്ട് വന്നപ്പോ എനിക്ക് ഓർമ്മ വന്നത് എന്തെന്നറിയുവോ അലിയേ? 6 അടി മണ്ണെന്ന് പറയുന്ന ഖബറുണ്ടല്ലോ. ആ ഖബറിനകത്ത് ഫാത്തിമാനെ ഇറക്കി വെച്ചിട്ട് പലക നിരത്തിയിട്ട് മണ്ണിട്ട് മൂടിയിട്ട് എല്ലാവരും പോകുമ്പോ ആ ഖബറിനകത്ത് വല്ലാത്ത ഇരുട്ടല്ലേ അബലിയേ? റൂമിനകത്ത് ഇരുട്ട് കണ്ടപ്പോ ഫാത്തിമ ബീവിക്ക് ഓർമ്മ വന്നത് ഖബറാണോ? ഖബറിനകത്ത് എന്തിരുട്ടായിരിക്കും പടച്ചവരെ? ഖബറിനകത്ത് എന്തിരുട്ടായിരിക്കും പടച്ചവരെ? അലിയാര് തങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ ഇത് പറയേണ്ട രാത്രിയാണോ ഫാത്തിമ? ഇത് പറയേണ്ട രാത്രിയാണോ? ഇന്ന് നമ്മുടെ ആദിരാത്രിയല്ലേ? ഇന്ന് നമ്മുടെ മണിയറയാണ് ഫാത്തിമ. പുതിയ പെണ്ണായ നീ ആദിരാത്രിയിൽ ഇതിനകത്തിരുന്ന് ഖബറ് പറഞ്ഞിട്ട് കരയുകയാണോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളോട് അലിയാര് തങ്ങൾ ചോദിക്കുമ്പോ ഫാത്തിമ ബീവി പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? അലിയേ, മണിയറ ഇവിടെയല്ല, മണിയറ ദുനിയാവിലല്ല, മണിയറ കല്യാണത്തിന്റെ 1ാമത്തെ രാത്രിയല്ല. മണിയറ ഒരുക്കേണ്ടത് എവിടെയെന്നറിയുവോ? മണിയറ ഒരുക്കേണ്ടത് എവിടെയെന്നറിയുവോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇത് സിനിമാ കഥയല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളായ ഫാത്തിമ ബീവി തന്റെ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുകയാ, മണിയറ ഒരുക്കേണ്ടത് കല്യാണത്തിന്റെ രാത്രിയല്ല. പിന്നെ എവിടെയാണ് മണിയറ ഒരുക്കേണ്ടതെന്നറിയുവോ?
3 കഷ്ടം വെള്ള തുണിക്കകത്ത് പൊതിഞ്ഞിട്ട് 6 അടി മണ്ണെന്ന് പറയുന്ന കബറിനകത്ത് കൊണ്ട് കുടിച്ചിട്ട് പലക നിരത്തി മണ്ണിട്ട് മൂടിയിട്ട് എല്ലാവരും പോകുന്ന ഒരു ദിനമുണ്ടല്ലോ. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ആ പള്ളിപ്പറമ്പിലെ കബറിനകത്ത് എല്ലാവരും കുഴിച്ചിട്ടിട്ട് പോകുന്ന 1-ാമത്തെ രാത്രിയുണ്ടല്ലോ, ഒറ്റയ്ക്ക് കിടക്കുന്ന 1-ാമത്തെ രാത്രിയുണ്ടല്ലോ, വലിയേ അവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്, അവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്. ആ കബറിനകത്ത് വരുന്ന മുൻകറും നക്കീർ എന്ന് പറയുന്ന മലക്ക് പറയണം, ലം കനൗമത്തില്ലാറൂ, പുതിയാപ്പള ഉറങ്ങുന്നത് പോലെ ഖിയാമത്ത് നാൾ വരെ ഉറങ്ങിക്കോ. ആ കബറിനകത്ത് മലക്കുകൾ പറയണം, ഉറങ്ങു പെണ്ണ്, മണിയറയ്ക്കകത്ത് കിടന്നുറങ്ങുന്നത് പോലെ ലം കനൗമത്തില്ലാറൂ, പുതിയ പെണ്ണ് കിടന്നുറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോ എന്ന് കബറിൽ വരുന്ന മലക്കുകൾ നമ്മളോട് പറയണം. അതുകൊണ്ട് കബറാണ് മണിയറയാക്കേണ്ടത്, ആ മണ്ണറയാണ് മണിയറയാക്കേണ്ടത്. ഫാത്തിമ പറഞ്ഞു, അലിയേ ഉതുപെടുത്തിട്ട് വാ, നമുക്ക് നിസ്കരിക്കാം. കല്യാണത്തിന്റെ 1-ാമത്തെ രാത്രി ഭർത്താവിനെ വിളിച്ചിരുത്തിയിട്ട് ഭാര്യ പറയുകയാ, നിസ്കരിക്കാം അലിയേ, നമുക്ക് നിസ്കരിക്കാം അലിയേ. മുസല്ല പിരിച്ചിട്ട് മണിയറക്കകത്തിരുന്ന് 2 പേരും നിസ്കരിക്കുകയാണ്. തൗബ ചെയ്യാം അലിയേ, നിങ്ങൾ ദുആ ചെയ്യ്, ജീവിതം തുടങ്ങുകയാ, ജീവിതം തുടങ്ങുകയാ, നിങ്ങൾ ദുആ ചെയ്യ്, ഞാൻ ആമീൻ പറയാ. അലിയാർ തങ്ങൾ ദുആ ചെയ്തു, ഫാത്തിമ ബീവി ആമീൻ പറഞ്ഞു. 2 പേരും ഖുർആൻ ഓതി, 2 പേരും ദിക്റുകൾ പറഞ്ഞു. പടച്ചവനെ, വിവാഹത്തിന്റെ 1-ാമത്തെ രാത്രി ഖബറിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഖബർ ജീവിതം സുന്ദരമാകാർ, ആ മണ്ണറ മണിയറയാകാർ. ഒരു ഭാര്യയും ഭർത്താവും വീടിനകത്തിരുന്ന് രാത്രി മുഴുവനും ഇബാദത്ത് ചെയ്തു എന്ന ചരിത്രം പറയുമ്പോ ഇതിനാടാ ഭാര്യ എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞ, ചെറുപ്പക്കാരാ, തുങ്കഹുൽ മർഅതു ലി അർബഇൻ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, പണം നോക്കല്ലേ, സൗന്ദര്യം നോക്കല്ലേ, കുടുംബ മഹിമ നോക്കല്ലേ, ഫളുഫറു ബിദാത്തിദ്ദീൻ, ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ, ദീനുള്ളവനെ വേണം തെരഞ്ഞെടുക്കാൻ. അതാണാകട്ടെ പെണ്ണാകട്ടെ, ദീനുള്ള ആണിനെയാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ, ദീനുള്ള പെണ്ണിനെയാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ, പടച്ചവനെ, ഇതുപോലെ ഫാത്തിമയെ പോലെ അതാ മണിയറയ്ക്കകത്ത് കടന്നു വരുമ്പോ നിസ്കരിക്കാൻ പറയുകയാ, ദുആ ചെയ്യാൻ പറയുകയാ, അല്ലാഹുവേ ദിക്ർ പറയാൻ പറയുകയാ, ഖുർആൻ ഓതാൻ പറയുകയാ. എന്നിട്ട് അവർ കുടുംബ ജീവിതത്തിലേക്ക് കടക്കുകയാ. അതുകൊണ്ട് ലോകത്ത് ഒരു ആണിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം പണമല്ല, കൊട്ടാരമല്ല, അധികാരമല്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയുവോ? അൽ മർഅത്തു സ്വാലിഹാ, അൽ മർഅത്തു സ്വാലിഹാ, ഒരു പെണ്ണ്, സ്വാലിഹത്തായ ഒരു പെണ്ണ്. നിങ്ങളിൽ ആർക്കെങ്കിലും അല്ലാഹുവിനെ പേടിയുള്ള ഒരു പെണ്ണിനെ കിട്ടിയിട്ടുണ്ടോ? നീയാടാ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാര്. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാരെ നീ സ്വാലിഹത്തുകളാക്കണേ അല്ലാ. അലിയാർ തങ്ങൾ മണിയറയ്ക്കകത്ത് കടന്നു ചെന്നപ്പോ ഫാത്തിമ ബീവി വിളക്കണച്ച് വെച്ചപ്പോ ഇരുട്ട് കണ്ടപ്പോ അലിയാർ തങ്ങളോട് പറയാ, ഇരുട്ട് കണ്ടപ്പോ എനിക്ക് ഖബർ ഓർമ്മ വന്നെന്നു. സുബ്ഹാനല്ലാഹ്. ഇന്ന് കല്യാണം കഴിഞ്ഞ പുതിയാപ്പിളയും പുതിയ പെണ്ണും മണിയറയ്ക്കകത്തിരുന്നിട്ട് പടച്ചവനെ ഗിഫ്റ്റ് പൊട്ടിക്കും, എന്നിട്ട് മനസ്സങ്ങോട്ട് തുറക്കും. എനിക്ക് പണ്ട് ഭർത്താവ് ഭാര്യയോട് പറയും, മണിയറയ്ക്കകത്ത് കയറി ഇരുന്നിട്ട്, ഇന്നത്തെ ചെറുപ്പക്കാരങ്ങനെ, മോളെ എനിക്ക് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരെണ്ണം ഉണ്ടായിരുന്നു, 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒന്നുണ്ടായിരുന്നു, +1 പഠിക്കുമ്പോൾ ഒന്നുണ്ടായിരുന്നു, നിനക്കോ? അവളവൻ പറയാ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഒരു പ്രണയം, 2 പ്രണയം, 3 പ്രണയം. എന്നിട്ട് ഇവളോട് ചോദിക്കും, നിനക്ക് വല്ലതുണ്ടോ? കാക്ക, എനിക്ക് 2 ഉണ്ടായിരുന്നു, 10ലും 11ലും 12ലൊക്കെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇന്നത്തെ തലമുറയുടെ അവസ്ഥ ഇതാണോ? ഇന്നത്തെ കല്യാണത്തിന്റെ ആദ്യ രാത്രിയാണ് ഞാൻ പറയുന്നത്. ആര് പേവെള്ള പഠിച്ചോണ്ട് വരുന്നവരുണ്ടല്ലോ, കല്യാണം കഴിഞ്ഞ് പാതിരാത്രി കയറി വരാൻ 4 കാലി കൂട്ട് അടിച്ചിട്ട് വരും. അപ്പൊ പെണ്ണുമ്പുള്ള ചോദിക്കും, കല്യാണ പെണ്ണ് പുതിയ പെണ്ണ് ചോദിക്കും, എന്തൊക്കെ? കൂട്ടുകാരെല്ലാരും കൂടെ നിർബന്ധിച്ചപ്പോ ഇത്തിരി അടിച്ചു മോളെ, ഇത്രയേ ഉള്ളൂ.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ആര് നോക്കുന്ന ദീന്? ആർക്ക് വേണം ദീന്? പണമുണ്ടോ? ഒന്ന് പെറ്റതാണെങ്കിലും കെട്ടാൻ ആളുണ്ട്. എടാ പണമുണ്ടോ? ദീനൊക്കെ ആർക്ക് വേണം? ഒരുത്തന്റെ കൂടെ ഒളിച്ചോടിയതാണെങ്കിലും രണ്ടാം കെട്ടാണെങ്കിലും പണമുണ്ടെങ്കിൽ കെട്ടാൻ ആളുണ്ട്, ഒരു കുഴപ്പമില്ല. പണം നോക്കിയിട്ട് പെണ്ണ് കെട്ടാൻ നടക്കണ ചില ബിരുദന്മാരുണ്ട്. മക്കളെ വേറെ പണിയുണ്ടെങ്കിൽ നോക്ക്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പണം നോക്കിയിട്ട് വിവാഹം കഴിക്കരുത്. പണം നോക്കിയിട്ട് നീ വിവാഹം കഴിക്കരുത്. പണം നോക്കിയിട്ട് നീ വിവാഹം കഴിച്ചാൽ അള്ളാഹു നിനക്ക് ദാരിദ്ര്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ ഉള്ളത് പറഞ്ഞപ്പം സലാത്ത് പറയാൻ തന്നെ മടി. പെണ്ണിന്റെ പണം നോക്കിയിട്ട് പെണ്ണ് കെട്ടരുത്. കേട്ടോ താത്താമാരെ, നിന്റെ ഇക്ക തറയിലായതിന്റെ അവസ്ഥ എന്ന് മനസ്സിലായി. ഇപ്പോഴും പോകും. വാപ്പ നിന്നെ കെട്ടിച്ചു വിടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ രക്തം വരെ ഊറ്റിക്കൊണ്ടാ നീ വന്നത്. എന്നിട്ട് പിന്നെയും പിന്നെയും പറയും, വസ്തു വാങ്ങുമ്പോ നീ പോ, വീട് വെക്കുമ്പോ നീ പോ, ഇനിയും പേടിച്ചോണ്ട് വാ. നാണമില്ലാതെ പോകുന്നതുണ്ട്. ആ മനുഷ്യനെ ഇനിയും ഊറ്റി കുടിക്കാൻ പോകരുത്. പണം നോക്കിയിട്ട് എൻ്റെ ചെറുപ്പക്കാരോട് പറയുന്നു. വാപ്പ പറയും, ഇല്ലെങ്കിൽ ഉമ്മ പറയും, പെണ്ണൊക്കെ കൊള്ളാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ പൈസ ഇല്ല, വേണ്ടടാ, വേണ്ട ചെറുപ്പക്കാരാ. ദീനുണ്ടോ? പണമില്ലെങ്കിലും കുഴപ്പമില്ല, കെട്ടിക്കോ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. രണ്ട്, സൗന്ദര്യം ഉള്ളതിനെ മാത്രമേ എല്ലാം കെട്ടത്തുള്ളൂ. ഐശ്വര്യ റായിയെ പോലെ ഇരിക്കണമില്ല. ഗ്ലാമർ ഉള്ളതിനെ കെട്ടാൻ വേണ്ടി ഒരു വിഭാഗം. പടച്ചവനെ, അല്ലാഹു അലം. എടാ ഗ്ലാമർ ഇല്ലാത്തപ്പോ എന്ത് ചെയ്യും? ഇങ്ങനെ വരും, കല്യാണത്തിന് വന്ന് പെണ്ണ് കാണും. പടച്ചവൻ എന്നിട്ട് പറയും, കുഴപ്പമില്ല, നല്ല വീടുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, പൊക്കമുണ്ട്, പണമുണ്ട്, എല്ലാം ഉണ്ട്. നിറവിത്തിരി. ഓ, പറയുന്നവന് ഭയങ്കര നിറവല്ലേ? എല്ലാം കൊള്ളാം, നിറം. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, സൗന്ദര്യം നോക്കരുത്, ഗ്ലാമർ നോക്കരുത്. എടാ തൊലി കറുത്തതിൻ്റെ പേരിൽ സങ്കടപ്പെടുന്ന എത്ര പെണ്ണുങ്ങളുണ്ടെന്നറിയോ? അള്ളാഹു നമുക്ക് ഈ മധുരമാറാകട്ടെ. എന്തിനാ പെങ്ങന്മാരെ ഞാൻ ചോദിക്കണം, നീ തൊലി കറുത്തതിൻ്റെ പേര് നീ എന്തിനാ സങ്കടപ്പെടുന്നത്? എടാ നിന്റെ തൊലി കണ്ടിട്ട് കെട്ടുന്നവൻ കെട്ടിയാ മതി. അല്ലാത്തവന്റെ കൂടെ പോയി കിടന്ന് നരകിക്കുന്നത് എന്തിനാ? എന്തിനാ ഒരുങ്ങിക്കെട്ടി പോകാൻ പോകുന്നത്? എന്റെ സഹോദരിമാരോട് പറയുന്നു, കറുത്തതിന്റെ പേരിൽ ഒരിക്കലും നീ വിഷമിക്കരുത്. കറുപ്പിനാ മക്കളെ അഴക് കൂടുതൽ. നിനക്കത് അറിയാഞ്ഞിട്ടാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറുപ്പക്കാരോടും പറയുന്നത്, പെണ്ണുങ്ങൾക്ക്, ചില പെണ്ണുങ്ങൾക്ക് ഇഷ്ടമല്ല കറുപ്പ, അതുകൊണ്ട് കെട്ടത്തില്ല. ഒരിക്കൽ മസ്ജിദ് നബവി നബിതങ്ങൾ ചെല്ലുമ്പോൾ ഒരു സഹാബി പള്ളിക്കകത്ത് വിഷമിച്ചിരിക്കുന്നുണ്ട്, ഒരു ചെറുപ്പക്കാരൻ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്താ സഹാബിയുടെ? എന്താ മോനെ? ഒന്നുമില്ല നബിയെ. എന്ത് നിനക്കൊരു സങ്കടം? ആ സഹാബി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയെ, വെളുത്തവര് മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ? വെളുത്ത ആൾക്കാർ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ? അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, ഇല്ല, എല്ലാരും പോകും. നീ എന്താ അങ്ങനെ ചോദിച്ചേ? നബിയേ, ഞാൻ കറുത്തവനായതിന്റെ പേരിൽ ഒരു പെണ്ണും എന്നെ ഇഷ്ടപ്പെടുന്നില്ല. എന്റെ തൊലി കറുത്തതിന്റെ പേരിൽ ഒരു പെണ്ണും എന്നെ ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹാബിയായി ചെറുപ്പക്കാരനോട് പറഞ്ഞു, മോനെ, സ്വർഗത്തിന്റെ നേതാക്കന്മാര് 4 പേര് കറുത്തവരാണെന്ന് നബിയിന റസൂലുള്ളാഹി. ഉറക്കപ്പറ നബിയിന റസൂലുള്ളാഹി, നബിയിന റസൂലുള്ളാഹി. ആ കറുത്ത ചെറുപ്പക്കാരനോട് പറയുകയാ, സ്വർഗത്തിന്റെ നേതാക്കന്മാര് 4 പേര് കറുത്തവരാ, വെളുത്തവരല്ല. ആരാണ്? മഹാനായ സയ്യിദുനാ ബിലാൽ. ബിലാൽ റളിയല്ലാഹു തആല അൻഹു കറുത്തവന, അടിമയ, നീഗ്രോയ, മുടിയൊക്കെ ചുരുണ്ടവന. സ്വർഗത്തിന്റെ നേതാവാണ് ബിലാൽ റളിയല്ലാഹു തആല അൻഹു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖുർആനിൽ സൂറത്തുൽ ലുഖ്മാൻ ഒരു അധ്യായം കാണാം. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു കറുത്തവന, അടിമയാ, നീഗ്രോയായ. പെങ്ങളെ, മക്കത്തും മദീനത്തും പോവല്ലോ, മക്കത്തും മദീനത്തും പോലെ സഫാ മർവയുടെ ഇടയിൽ ഓടുവല്ലോ. ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ നിറം കറുപ്പായിരുന്നു. പെങ്ങളെ, ഖിയാമത്ത് നാൾ വരെയുള്ളവരെ ഹാജറ ബീവിയെ ഓർക്കുന്നില്ലേ? എന്തിനാ നീ ഭയപ്പെടുന്നേ? അള്ളാഹു നമുക്ക് നല്ല ജീവിതം നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഗ്ലാമർ അല്ല. എന്താ ഇപ്പൊ ബക്കറ്റ് പിരിവിന് സമയമായോ? നിങ്ങൾ ഇന്ന് കറങ്ങുന്നുണ്ട്, കുറച്ചു നേരം കൂടി ഇരിക്കട്ടോ. ബക്കറ്റ് എടുക്കുമ്പോൾ ഓടുന്നൊരു വിഭാഗമുണ്ട്, അവർ വയത് കേൾക്കട്ടെ. നിങ്ങൾ ഇരുന്നു ഇൻഷാ അല്ലാഹ്. ബക്കറ്റ് എടുക്കുമ്പോൾ പോണ ആൾക്കാരുണ്ട്, അവർ വരുമ്പോഴേ പറയും, അളിയാ ബക്കറ്റ് എടുക്കുമ്പോൾ പോവാന്ന്. എന്തിനാ? വയത് കേൾക്കട്ടെ ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒക്കെ ബോറടിക്കുന്നുണ്ടാ? ബോറടിക്കുന്നുണ്ടാ? നിർത്തണമെങ്കിൽ പറയണേ, എനിക്കൊന്നാമത് സുഖമില്ലപ്പാ. ഞാനിത് പെട്ട് ഡേറ്റ് കൊടുത്തതിൻ്റെ പേരിൽ സംഘാടകർക്ക് അറിയില്ലല്ലോ. എനിക്കാണെങ്കിൽ മഞ്ഞപ്പിത്തം പിടിച്ചിട്ട് ഡോക്ടർ എന്നോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിരിക്കുക. ഇതാ റെസ്റ്റ്. നിങ്ങൾ വയത് കഴിഞ്ഞ് വീട്ടിൽ പോയി കിടന്നുറങ്ങി, ഞാൻ പള്ളി വരുന്ന അവസ്ഥ. അപ്പം സംഘാടകരോട് സുഖമില്ല എന്ന് പറഞ്ഞാൽ അവർ പറയും, ഒന്ന് വന്ന് ഇരുന്നിട്ട് പോകാൻ പറയും, എന്ത് വന്നാലും. അപ്പം അതിനേക്കാളും നല്ലത് വന്ന് ദുആ ചെയ്തിട്ട് പോകാം. അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ.
ഫാത്തിമ ബീവി അതാ ഗ്ലാമർ നോക്കരുത്, ഗ്ലാമർ നോക്കണ്ട എന്നല്ല, ദീനുണ്ടെങ്കിൽ കെട്ടിക്കോ, കുഴപ്പമില്ല. ദീനുണ്ടാകണം, അല്ലാതെ വെറും സൗന്ദര്യം. 3 കുടുംബ മഹിമ. സിനിമാ നടിയാണെങ്കിലും കിട്ടും, വലിയ അറിയപ്പെടുന്ന ആളല്ലേ, വേണ്ട. ദീൻ നോക്ക് സഹോദര, പെങ്ങളെ ദീൻ നോക്ക്. ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ. എന്തുകൊണ്ട്? എന്താ ഉസ്താദന്മാരെ വയലു വരുന്ന എല്ലാരും ഞങ്ങളെ കുറ്റം പറയണ? പെണ്ണുങ്ങളുടെ ഒരു പരാതിയാ, എല്ലാരും ഞങ്ങളെയാ കുറ്റം പറയുന്നത്. നിങ്ങളെ കുറ്റം പറയുന്നതല്ല, നിങ്ങൾ നേരെയായ എല്ലാം നേരെയാകും. കാരണം നിങ്ങൾക്ക് ഞാനൊരു തെളിവ് പറഞ്ഞു തരാം. ഭർത്താവ് നല്ല മനുഷ്യനാ, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഖുർആൻ ഓതും, സദക്ക കൊടുക്കും, നന്മകൾ ചെയ്യും. ഭർത്താവ് നല്ല മനുഷ്യനാ, ഭാര്യ നല്ലവളല്ലെങ്കിൽ മക്കൾ തലതിരിഞ്ഞു പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഭർത്താവ് ആലിമാണെങ്കിലും ഹാഫിളാണെങ്കിലും തങ്ങളാണെങ്കിലും ആരാണെങ്കിലും ഭാര്യ നല്ലവളല്ലെങ്കിൽ മക്കൾ തലതിരിഞ്ഞു പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഞാൻ തെളിവ് പറഞ്ഞു തരാം, അള്ളാഹു കാക്കുമാറാകട്ടെ. നീ നല്ലവനാ, നിന്റെ ഭാര്യ നല്ലവളല്ലെങ്കിലോ? 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ നബിയ ശൈഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാം. 950 കൊല്ലം ദഅവത്ത് നടത്തിയ നബി. ഇതുപോലെ ഒരു പ്രവാചകനും ദഅവത്ത് നടത്തിയിട്ടില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ 950 വർഷക്കാലം അള്ളാഹയെ കുറിച്ച് പറഞ്ഞ നബിയാണ് നൂഹ് നബി അലൈഹിസ്സലാം. ആ നൂഹ് നബിയുടെ ഭാര്യ മുസ്ലിം ആയില്ല. മകൻ വെള്ളത്തിനകത്ത് മുങ്ങിച്ചാകുന്നത് നൂഹ് നബിക്ക് കാണേണ്ടി വന്നു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരു പ്രവാചകന്റെ ചരിത്രമാണ് ഞാൻ പറഞ്ഞേ. 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ നൂഹ് നബിയുടെ ഭാര്യ അള്ളാഹയെ കൊണ്ട് വിശ്വസിച്ചില്ല, മകൻ ഈമാനില്ലാതെ മരിച്ചുപോയി. ലൂത്ത് നബി അലൈഹിസ്സലാം, അതും പ്രവാചകനാണ്. ലൂത്ത് നബിയും നബിയാ. ആ ലൂത്ത് നബിയുടെ ഭാര്യ അള്ളാഹനെ കൊണ്ട് വിശ്വസിച്ചില്ല, മക്കളും തലതിരിഞ്ഞു പോയി. അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് ഇതുകൊണ്ടാ നിങ്ങളെ കുറിച്ച്. എന്നാൽ പെണ്ണ് ദീനുള്ളവളാ. ഭർത്താവ് ഇത്തിരി മോശക്കാരനാണെങ്കിലും പെണ്ണ് നല്ലവളാണെങ്കിൽ ഭർത്താവ് നന്നാകും. എത്രയോ പെണ്ണുങ്ങളുണ്ട് നിസ്കരിക്കാത്ത ഭർത്താവിനെ നിസ്കരിപ്പിക്കാൻ പഠിപ്പിച്ച പെണ്ണുങ്ങളില്ലേ? കള്ളുകുടിയനായ ഭർത്താവിനെ നന്നാക്കിയ പെണ്ണുങ്ങളില്ലേ? അപ്പൊ നിങ്ങൾ പഠിക്ക്, പെണ്ണ് നന്നായാൽ എനിക്ക് മുമ്പ് പ്രസംഗിച്ച ഉസ്താദ് പറയുണ്ടായി, മക്കൾ വളർന്നതിന് ശേഷം ഉസ്താദെ നന്നാക്കെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, നല്ല ഉമ്മമാരുടെ മടിത്തട്ടിലാണ് നല്ല മക്കൾ വളരുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കെ പറയുള്ള ഈമാൻ തരുമാറാകട്ടെ. ഈ സ്റ്റേജിന്റെ മുമ്പിൽ ഞാനൊരു വാഴ വെച്ചു, സങ്കല്പിക്ക്. ഈ സ്റ്റേജിന്റെ മുമ്പിൽ ഞാനൊരു വാഴ വെച്ചു, വാഴ കുലച്ചു. അങ്ങനല്ലേ പറയാ? ഇതിനാവുന്ന എന്താ പറയാ? വാഴ എന്നല്ല ചങ്ങാതിയെ. കൊല വരുമ്പോ എന്താ പറയാ? കുലച്ചു. അങ്ങനെയല്ലേ? എന്തെങ്കിലും ആയിപ്പോയ പേടിയ. നിങ്ങളുടെ സംസാരം വ്യത്യാസമായിപ്പോ. അപ്പൊ വാഴ എന്ത് ചെയ്തു? കുലച്ചു. കൊല നോക്കിയപ്പോ ഇങ്ങനെ ഒടിഞ്ഞു കുത്തി നിൽക്കുന്നു. നല്ല കൊലയൊന്നും അല്ല. ഉടനെ മാർക്കറ്റിൽ പോയിട്ട് ഒരു ചാക്ക് വളം മേടിച്ചുകൊണ്ട് വന്നിട്ട് രാവിലെയും വൈകിട്ടും വളവിടുന്നുണ്ട്, വെള്ളം ഒഴിക്കുന്നുണ്ട്. ഈ കുലച്ച കൊല നേരെയാവോ? നിങ്ങൾ എന്താ ആലുവ കടപ്പുറത്തിരിക്കണ പോലെ ഇരിക്കണേ? എടോ, ഈ കൊലച്ച കൊല നല്ലപോലെ ആവോ? അപ്പൊ ആദ്യം എന്ത് ചെയ്യണമായിരുന്നു? ഇവിടെ കർഷകന്മാരൊന്നും ഇല്ലേ പടച്ചാന്? എന്റെ പൊന്നാര കാക്ക, ആദ്യം എന്ത് ചെയ്യണമായിരുന്നു? പറചങ്ങാതിമാരെ എന്ത് ചെയ്യണമായിരുന്നു? നല്ല വിത്ത് വാങ്ങണോ? വളമിടണോ? വെള്ളം ഒഴിക്കണോ? ഇതൊന്നുമല്ല. ഇവിടെ വാഴ വെച്ച കിളിക്കുമോ എന്ന് നോക്കണം. യഥാർത്ഥ ഒരു കർഷകന് മണ്ണ് കണ്ടാൽ അറിയാം, വളക്കൂറുള്ള മണ്ണ് നോക്കിയിട്ടേ കർഷകൻ വാഴ വെക്കാറുള്ളൂ. ഞാൻ പറഞ്ഞതിന് ഉദാഹരണം ഇതാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. നല്ല ഒരു ഉമ്മാടെ മടിത്തട്ടിലെ നല്ല മക്കൾ വളരുകയുള്ളൂ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാര് തങ്ങളും കൂടെ മണിയറയ്ക്കകത്ത് കിടക്കുമ്പോ ആകെ ഉണ്ടായിരുന്നത് ഒരു തോല്. ആ തോല് വിരിച്ചിട്ട് രണ്ടും കൂടെ കിടന്നുറങ്ങും. രാവിലെ എഴുന്നേറ്റ് അതിനകത്താ തീറ്റിയിട്ട് കൊടുക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. കേൾക്കാൻ നല്ല രസമുണ്ടില്ലേ?
പെങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളുടെ ജീവിതമാണ് ഞാൻ പറയുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നാര മകളുടെ ജീവിതമാണ്. ഫാത്തിമ ബീബിയും അലിയാർ തങ്ങളും ജീവിച്ചിരുന്നത് കുടുംബ വീടിന്റെ സൈഡിൽ ഒരു ഷെഡിനകത്താണ്. സ്വന്തമായിട്ട് വീടില്ലായിരുന്നു. അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോളെ താമസിച്ചിരുന്നത് കുടുംബ വീടിന്റെ സൈഡിൽ ഒരു ഷെഡ് ഇങ്ങനെ വളച്ചു കെട്ടിയിട്ട് ആ ഷെഡിനകത്താണ് രണ്ടുപേരും ജീവിച്ചിരുന്നത്. വല്ലാത്ത പ്രയാസമായിരുന്നു, വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. കഷ്ടപ്പെട്ടാണ് രണ്ടുപേരും ജീവിക്കുന്നത്. പടച്ച റബ്ബേ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമകള് മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ രണ്ടുപേരും വളരെ കഷ്ടപ്പെട്ട് ത്യാഗത്തോടു കൂടിയാണ് ജീവിച്ചത്. ഭർത്താവിന്റെ വീട്ടിൽ പോയിട്ട് പടച്ചവനെ, കലഹമുണ്ടാക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, ഉമ്മയെയും മകനെയും പരസ്പരം തമ്മിലടിപ്പിക്കുന്ന പെണ്ണുങ്ങളുടെ കാലമാണ്. കുടുംബത്തിൽ വളരെ സന്തോഷത്തോടെ കൂടപ്പിറപ്പുകളുമായി സന്തോഷത്തോടു കൂടി കുടുംബ വീട്ടിൽ കഴിയുമ്പോ ചില പെണ്ണുങ്ങൾ ചെന്നാ പടച്ചവനെ ഉമ്മയെയും മകനെയും രണ്ടാകുകയാണ്. പെങ്ങളെ പഠിക്കണം പൊന്നുമോള്. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളായ ഫാത്തിമ എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ചുകൊണ്ടവിടെ കഴിയുകയാണ്. ഒരു ദിവസം അലിയാര് തങ്ങളെ വീട്ടിലേക്ക് കടന്നു വന്നു. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചാരത്ത് അലിയാര് തങ്ങൾ വന്നിട്ട് പറഞ്ഞു, ഫാത്തിമ, ഒരുപാട് കാലമായില്ലേ നമ്മൾ ഇതിനകത്ത് കിടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായില്ലേ ഫാത്തിമ? ഞാൻ പാവപ്പെട്ടവനാ ഫാത്തിമ, നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ ഫാത്തിമ? അലിയാര് തങ്ങൾ ഫാത്തിമ ബീബിയോട് ചോദിക്കുകയാണ്, സ്വന്തമായിട്ട് വീട് വെച്ച് മാറണ്ടേ ഫാത്തിമ? അലിയാര് തങ്ങൾ ചോദിക്കുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, അലിയേ, എനിക്കും ആഗ്രഹമുണ്ട്, എനിക്കും സ്വന്തമായിട്ട് വീട് വെച്ച് മാറണമെന്ന് ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടാണെന്നറിയുവോ? പഠിക്കു പെങ്ങളെ, നിങ്ങളുടെ ഉമ്മയുടെയും സഹോദരിമാരുടെയും പീഡനം സഹിക്കാൻ പറ്റാതെയല്ല അലിയാര് തങ്ങളോട് പറയുകയാ, എനിക്കും ഇവിടെ നിന്ന് മാറി ഒറ്റയ്ക്ക് താമസിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിന്റെ കാരണം എന്തെന്നറിയുവോ? ഞാൻ ഈ വീടിനകത്ത് പട്ടിണി കിടക്കുന്നത് കാണുമ്പോ, തിന്നാ ഭക്ഷണമില്ലാതെ ഞാൻ ഈ വീടിനകത്ത് പട്ടിണി കിടക്കുന്നത് കാണുമ്പോ നിങ്ങളുടെ ഉമ്മയ്ക്ക് സഹിക്കുന്നില്ല അലിയേ. ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മകളാണല്ലോ, ഞാൻ മുത്തുനബിയുടെ മകളാണല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ മകള് തിന്നാൻ ഭക്ഷണമില്ലാതെ വീടിനകത്ത് പട്ടിണി കിടക്കുന്നത് കാണുമ്പോ നിങ്ങളുടെ ഉമ്മയ്ക്കും സഹോദരിമാർക്കും സങ്കടമാകുന്നുണ്ട്. നമ്മുടെ കാര്യം അവരറിയണ്ടല്ലോ, നമ്മുടെ കാര്യം എന്തിനാ അവരറിയുന്നത്? അതുകൊണ്ട് നമുക്ക് ഒറ്റയ്ക്ക് പോകാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അലിയേ, അല്ലാതെ അവരെ വിട്ടിട്ട് പോകാനുള്ള കൊതി കൊണ്ടല്ല. ഇങ്ങനാ ഭാര്യ അലിയാര് തങ്ങൾ പറഞ്ഞു, ഫാത്തിമ, ഞാനൊരു വഴി പറഞ്ഞു തരാ, നമുക്ക് സ്വന്തമായിട്ട് മാറാൻ ഞാനൊരു വഴി പറഞ്ഞു തരാം. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അലിയാര് തങ്ങൾ പറഞ്ഞു, ഫാത്തിമ, നീ നിന്റെ വാപ്പാന്റെ അടുക്കൽ പോകണം. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ചെന്നിട്ട് നീ പറയണം, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ചെന്നിട്ട് നീ പറയണം, അല്ലാഹുവിന്റെ റസൂലിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്വഹാബിയാണ് ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ. ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബിക്ക് രണ്ട് വീടുണ്ട്. ഒരു
ഒരു വീട് ചുമ്മാതെ കിടക്കുകയാണ്. നീ നബിതങ്ങളോട് ചെന്ന് പറഞ്ഞ അള്ളാന്റെ റസൂല് ചോദിച്ചാൽ ആ സഹാബി ആ വീട് നിനക്ക് തരും, നമുക്കവിടെ സന്തോഷത്തോടെ ജീവിക്കാം. അതുകൊണ്ട് നീ ചെന്നിട്ട് നബിതങ്ങളോട് പറയടേ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മനസ്സില്ല മനസ്സോട് ഭർത്താവ് പറഞ്ഞതാണല്ലോ, മനസ്സില്ല മനസ്സോട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. വാപ്പ മകളെ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേൽക്കുകയാ. പെൺമക്കളുള്ള ഉപ്പമാര് കേട്ടോ, അല്ലാഹുവിന്റെ പ്രവാചകന് ഫാത്തിമ ബീബി വന്ന നബിതങ്ങൾ എഴുന്നേറ്റ് നിൽക്കും. വാപ്പാ, അല്ലാഹുവിന്റെ റസൂല് തന്റെ പൊന്നാര മകളായ ഫാത്തിമ വന്ന നബിതങ്ങൾ എഴുന്നേക്കുമായിരുന്നു, എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുമായിരുന്നു. ഇതുപോലെ ഒരു മതമുണ്ടോ? പെണ്ണുങ്ങൾ ആദരിച്ച ഏതെങ്കിലും ഒരു മതമുണ്ടോ? ഫാത്തിമ എന്ന പൊന്നുമകള് വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു, നബിതങ്ങളെ ചുംബനം കൊടുക്കുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമകളോട് ചോദിച്ചു, എന്തേ ഫാത്തിമ? വാപ്പാ, ഞാനൊരു കാര്യം പറയാമെന്നതാ. വാപ്പയോട് ഫാത്തിമ ബീബി പറയുകയാ, എന്റെ ഭർത്താവ് പാവപ്പെട്ടവനാണെന്നറിയുമല്ലോ, വാപ്പാ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവനാണ്, ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടില്ല വാപ്പാ. വാപ്പയുടെ വാപ്പാനെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബിക്ക് 2 വീടുണ്ട് വാപ്പാ. ഒരെണ്ണം ചുമ്മാതെ കിടക്കുകയാണ്, ഒരെണ്ണം വെറുതെ കിടക്കുകയാണ്. വാപ്പ ചോദിച്ചാൽ ആ സ്വഹാബി തരുമല്ലോ, എനിക്കൊന്ന് ചോദിച്ചു വാങ്ങിച്ചു തരുമോ വാപ്പാ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളോട് ചെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് കരയുകയാ, അല്ലാഹുവിന്റെ റസൂല് കരയുകയാ. പടച്ചവനെ, കേറിക്കടക്കാൻ സ്വന്തമായിട്ടൊരു വീടില്ലാത്തതിന്റെ പേര് സഹാബിയോട് ചോദിച്ചു ഒരു വീട് വാങ്ങിത്തരണമെന്ന് തന്റെ മകള് പോയി പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് കരയുകയാ. എന്തേ ഉപ്പാ കരയുന്നത്? എന്തേ ഉപ്പാ കരയുന്നത്? ഫാത്തിമ, ഞാൻ ഇന്ന് വരെ ആരോടും ഒന്നും ചോദിച്ചിട്ടില്ല ഫാത്തിമ. ഞാൻ ഇന്ന് വരെ ആരോടും ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല ഫാത്തിമ. എനിക്ക് ചോദിക്കാൻ ലജ്ജയാ ഫാത്തിമ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇത് പറയുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളുടെ കണ്ണ് തുടച്ചു കൊടുത്തിട്ട് പറഞ്ഞു, വേണ്ട നബിയേ, എന്റെ ഉപ്പാരോടും ചോദിക്കണ്ട, എന്റെ ഭർത്താവ് പറഞ്ഞതുകൊണ്ട് വന്നതാണ്, എന്റെ ഭർത്താവ് പറഞ്ഞതുകൊണ്ട് വന്നതാണ്, എന്റെ ഉപ്പാരോടും ചോദിക്കണ്ട. പടച്ചവനെ, ഫാത്തിമ ബീവി സംസാരിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പോകുമ്പോ ഇതൊക്കെ ഒരു സഹാബി കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഈ സംസാരിക്കുന്നത് ഒരു സഹാബി കേൾക്കുകയാണ്. ആ സ്വഹാബി ഓടിച്ചെന്നിട്ട് ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയോട് ഈ സംഭവം അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു ഓടി വരികയാ ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബി ചോദിക്കുകയാ, മാ ഹത്തു മിൻ അഹബ്ബു ഇലയ്യ. ആ സഹാബി പറയുന്നു, നബിയേ, ചോദിച്ച എന്നോട് ചോദിക്കാൻ എന്തിനാ നബിയേ, ലജ്ജ എന്തിനാ? 2 വീടുമെങ്കിലും ഞാൻ തരുമല്ലോ, എന്റെ 2 വീട് വേണമെങ്കിലും ഞാൻ തരാ നബിയേ. ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബി പറയുകയാ, യാ റസൂലല്ലാഹ്, ആ വെറുതെ കിടക്കുന്ന വീട് ഫാത്തിമയ്ക്ക് ഞാൻ കൊടുക്കാൻ നബിയേ. അങ്ങനെ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബി 2 വീടിൽ നിന്ന് 1 വീട് അല്ലാഹുവിന്റെ റസൂലിന് കൊടുക്കുകയാണ്, തന്റെ പൊന്നാര മകളായ ഫാത്തിമയ്ക്ക് കൊടുക്കാൻ. പടച്ച റബ്ബേ,
ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോ നബി തങ്ങൾ ഒരു ചെറിയ കട്ടിൽ കൊടുത്തു, വിരിപ്പ് കൊടുത്തു, പാത്രം കൊടുത്തു, അല്ലാഹുവേ ഒരു അരകല്ല് കൊടുത്തു. ഇങ്ങനെ തുച്ഛമായത് മാത്രമാണ് ഈ ലോകത്തിന്റെ നേതാവിന്റെ പൊന്നാര മകളുടെ വീടിനകത്തുണ്ടായിരുന്നത്. വീട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, ലക്ഷങ്ങളെ ചെലവഴിച്ച് കൊട്ടാരം പണിയുന്നവരുണ്ട്. ഒരു ഹദീസ് പറഞ്ഞു തരട്ടെ, ഒരു ഹദീസ് പറഞ്ഞു തരട്ടെ. ഒരു മനുഷ്യനെ അല്ലാഹു നശിപ്പിക്കാൻ ഉദ്ദേശിച്ച വീട് വെക്കാൻ കൊതിക്കുന്നവരെ, ലക്ഷങ്ങളെ ചെലവഴിക്കുന്നവരെ, ലോൺ എടുക്കുന്നവരെ, പലിശയ്ക്കെടുത്ത് വീട് വെക്കുന്ന പെങ്ങളെ, ഈ ചരിത്രം നല്ലതുപോലെ പഠിച്ചോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹു ഒരാളെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ, അല്ലാഹു ഒരാളെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അവന് വീട് വെക്കാനുള്ള ആഗ്രഹം അല്ലാഹു കൊടുക്കും. കല്ലിലും മണ്ണിലും ഉള്ള ആഗ്രഹം കൊടുക്കും. പച്ച മലയാളത്തിൽ പറഞ്ഞ വീട് വെക്കാൻ ആഗ്രഹം കൊടുക്കും. വീട് വെച്ച് അവൻ നശിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പടച്ചവനെ കൊല്ലങ്ങളായി വീട് വെക്കുന്നവരുണ്ട്. കെട്ടുകയാ ഇടിക്കുകയാ, കെട്ടുകയാ ഇടിക്കുകയാ, കടമെടുത്തു, പലിശക്കെടുത്തു, ലോണെടുത്ത് വീട് വെച്ചിട്ട് ഒരു ദിവസം പോലും അതിനകത്ത് കടക്കാൻ പറ്റാതെ പോയവരില്ലേ? ഒരു വീട് വെച്ചിട്ട് അവസാനം അതിന്റെ പ്രമാണം കൊണ്ടുപോയി കൊണ്ടുകൊടുക്കേണ്ട അവസ്ഥ വന്നില്ലേ? ജപ്തി ചെയ്യേണ്ട അവസ്ഥ വന്നില്ലേ? സർവ്വതും തകർന്നില്ലേ? അതുകൊണ്ട് കൊട്ടാരം പണിയുന്നവരെ, വീട് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. വീടൊരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന അനുഗ്രഹമാണ്. ആവശ്യത്തിന് മതിപങ്ങള്, ആവശ്യത്തിന് മതിപങ്ങള്. ആർഭാടങ്ങള് കൂടുമ്പോ അത് നിനക്ക് നല്ലതായി വരില്ല പെങ്ങള്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളുടെ വീടിന്റെ അവസ്ഥയാ പറയുന്നത്. അങ്ങനെ പടച്ചവനെ രണ്ടുപേരും ജീവിക്കുകയാണ്. വല്ലാത്ത പ്രയാസമാണ്, വല്ലാത്ത പ്രയാസമാണ്. ഫാത്തിമ ബീവിക്ക് വല്ലാത്ത പട്ടിണിയാണ്. പടച്ചവനെ, എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര കിട്ടിയാലും തികയാത്തവരുണ്ടല്ലോ, തൃപ്തിപ്പെടാൻ മനസ്സില്ലാത്തവരുണ്ടല്ലോ. സഹോദരിമാരെ, ചില പെണ്ണുങ്ങൾക്ക് വല്ലാത്ത ആർത്തിയാ. പെങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പൊന്നാര മകളായ ഫാത്തിമ കൈ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, വാപ്പാ കയ്യൊക്കെ ജോലി ചെയ്ത് പൊട്ടി വാപ്പാ, എന്റെ കയ്യൊക്കെ ജോലി ചെയ്ത് പൊട്ടി വാപ്പാ. വാപ്പ തന്റെ പൊന്നാര മകളെ സമാധാനിപ്പിക്കുകയാ. ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുത്താ കിട്ടുന്ന പ്രതിഫലം പറഞ്ഞു കൊടുക്കുകയാണ്. വീടിനകത്ത് കിടന്ന് ജോലി ചെയ്തിട്ട് പൊട്ടിയ കയ്യുമായിട്ട് വാപ്പയുടെ മുമ്പിൽ ചെന്ന് കാണിച്ചു കൊടുത്ത മകളോട് അള്ളാന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയുവോ? വാപ്പ ഇങ്ങനെയാകേണ്ടത്, ഒരു വാപ്പ ഇങ്ങനെയാകേണ്ടത്. ഭാര്യയും ഭർത്താവുമാകുമ്പോ പല പ്രശ്നങ്ങളും ഉണ്ടാകും, വഴക്കുകൾ ഉണ്ടാകാം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ ഉണ്ടാകാം. നിന്റെ വീട്ടിലുള്ളതുപോലെ അവിടെ ഉണ്ടാകണമെന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് കൈ പൊട്ടിയിട്ട് രക്തമൊലിക്കുന്ന രീതിയിൽ വാപ്പയെ കാണിച്ചിട്ട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയുവോ? ഫാത്തിമ, നിന്റെ ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുത്താൽ, നിന്റെ ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുത്താൽ, നിന്റെ ഭർത്താവിന്റെ തുണി കഴുകി കൊടുത്താൽ, നിന്റെ ഭർത്താവിന്റെ തലയിൽ എണ്ണ തേച്ചാൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം ഇതാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം